അതോടൊപ്പം തന്നെ വൈദ്യശാസ്ത്ര രംഗത്തും തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് ജനങ്ങളുടെ മനസ്സിൽ ആഴ്ന്നിറങ്ങിയ ഒരു ജനകീയനായ ഡോക്ടർ പീയൂഷ് എം നമ്പൂതിരിപ്പാടാണ് നമ്മോടൊപ്പം ഇന്ന് അതിഥിയായി എത്തിയത്. സർ, കടത്തനാട് ചാനലിലേക്ക് ഹൃദയംഗമായി സ്വാഗതം ചെയ്യുന്നു. വടകരക്കാരെ സംബന്ധിച്ചിടത്തോളം സാറ് ഒരു ഡോക്ടർ മാത്രമല്ല, സാംസ്കാരിക കലാരംഗങ്ങളിലും ആത്മീയ പ്രഭാഷണങ്ങളിലൊക്കെ വളരെ സ്വതസിദ്ധ തൻ്റേതായ രീതിയിലുള്ള ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ കലാ സാംസ്കാരിക രംഗങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങൾക്ക് ബന്ധം വരാനുള്ളൊരു സാഹചര്യം എന്തായിരുന്നു? അതെൻ്റെ പൈതൃകമാണ്. എന്നെ ഞാനാക്കുന്ന എൻ്റെ പൈതൃകം, ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യം, എന്നെ വളർത്തിയ സാഹചര്യം, ഞാൻ മനസ്സിൽ താലോലിക്കുന്ന സ്വപ്നങ്ങൾ, ഇതൊക്കെ കണ്ടാണ് ഞാൻ അത്തരമൊരു മേഖലകളിലേക്ക് നിരന്തരം വിടാതെ നടന്നുകൊണ്ടിരിക്കുന്നത്. സർ, അതുപോലെ നിങ്ങളിപ്പം ഈ കലാരംഗത്തുള്ള നിങ്ങളുടെ കഴിവുകൾ പല രീതിയിൽ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ ചെറുപ്പകാലങ്ങളിൽ നിങ്ങൾക്ക് കലയോടുള്ളൊരു അഭിനിവേശം വരാനുണ്ടാകുന്ന വല്ല സാഹചര്യവും നിങ്ങൾക്ക് ഓർമ്മയിൽ പറയാൻ കഴിയും? എൻ്റെ അച്ഛൻ ഒരു വലിയ കവിയായിരുന്നു, ഒരു വലിയ കലാകാരനായിരുന്നു. സംഗീതത്തിലും സാഹിത്യത്തിലും സർവോപരി ആത്മീയ രംഗങ്ങളിലും ഒക്കെ വളരെ നൈപുണ്യം നേടിയിട്ടുള്ള ഒരാളാണ് എൻ്റെ അച്ഛൻ. എൻ്റെ അച്ഛനാണ് എൻ്റെ ആദ്യത്തെ ഗുരു. പിന്നെ ഞാൻ സ്കൂളുകളിൽ പഠിക്കുമ്പോൾ എല്ലാ യുവജന മേളകളിലും എന്നെ പങ്കെടുപ്പിക്കുകയും എന്നെ പാട്ട് പഠിപ്പിക്കുകയും എന്നെ കവിത എഴുതാൻ പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്ത് എൻ്റെ അച്ഛനാണ്. അങ്ങനെ ഞാൻ നിരവധി യുവജനോത്സവ മേഖലകളിൽ ചെറിയ പ്രായം മുതൽ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടം വരെ വ്യത്യസ്ത യുവജനോത്സവ വേദികളിൽ ഞാൻ പല തവണ ഞാൻ കലാപ്രതിഭയായിരുന്നു. ഞാൻ കലാരംഗത്ത് എപ്പോഴും എൻ്റെ ഒരു സാന്നിധ്യം അറിയിച്ചു കൊണ്ടിരുന്ന ഒരാളാണ്. നമ്മൾ സാറിൻ്റെ ആ കാലഘട്ടത്തിൽ സാധാരണ കലാരംഗങ്ങളിൽ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം രക്ഷിതാക്കൾ പരിപൂർണമായും പഠിപ്പിൻ്റെ കാര്യത്തിലേക്കാണ് ശ്രദ്ധിക്കാറ്. ഈ കലയും താങ്കളുടെ പഠനവും എങ്ങനെയാണ് നിങ്ങൾ ഒന്നിച്ചു കൊണ്ടുപോയത്? അതെൻ്റെ ശരീരവും രക്തവും തമ്മിലുള്ള ബന്ധം പോലെ തന്നെയാണ്. കലയൊഴിച്ചുള്ള ഒരു പഠനം എനിക്കൊരു കാലത്തും ഉണ്ടായിരുന്നില്ല. എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഞാൻ കലയെ വളരെ ആലിംഗനം ചെയ്ത് ജീവിച്ച ഒരാളാണ്. എൻ്റെ സംഗീതം എൻ്റെ ഒരു കൂടപ്പിറപ്പാണ്. എൻ്റെ കവിത എഴുത്ത് അതിൻ്റെ ഭാഗമാണ്. എൻ്റെ സാഹിത്യാഭിരുചി അതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് എൻ്റെ പഠനങ്ങൾക്കൊപ്പം എൻ്റെ ഗവേഷണങ്ങൾക്കൊപ്പം ഈ സംഗീതവും എൻ്റെ ഈ കലയും ഒക്കെ എൻ്റെ കൂടപ്പിറപ്പായിരുന്നു. ചില രക്ഷിതാക്കൾക്കൊരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നില്ല, ഒരു ധാരണയുണ്ട്. തൻ്റെ മക്കളെ കലാരംഗത്ത് വിട്ടു കഴിഞ്ഞാൽ അവരെ പഠിപ്പിനെ അത് ബാധിക്കും. അത് സാറിൻ്റെ ജീവിതത്തിൽ തികച്ചും ശരിയായിരുന്നില്ല. അതെങ്ങനെയാണ് താങ്കൾ കാണുന്നത് ആ ഒരു കാര്യത്തിൽ? ആ ചിന്തകൾ തന്നെ അസ്ഥാനത്താണ്. മനസ്സിൽ ഒരു ബോധമുണ്ടായാൽ, ഒരു ബോധ്യമുണ്ടായാൽ പഠനം ഒന്നും ഒരു കലയോ ഒരു സംഗീതമോ സാഹിത്യമോ ഒന്നും തന്നെ ഒന്നിനൊരു തടസ്സമല്ല. മനസ്സിൻ്റെ പ്രേരണയാണ്, അതിൻ്റെ ഉൾവിളിയാണ് യഥാർത്ഥത്തിൽ ഏതൊരു കാര്യത്തിൻ്റെയും യഥാർത്ഥത്തിലുള്ള വിജയം. പലപ്പോഴും രക്ഷിതാക്കൾ ഏതൊന്നിനോടോ പ്രാമുഖ്യം കാണിക്കുന്ന അത് മാത്രം വളർത്തുന്ന ഒരു പുതിയ ഒരു രീതി, അത് ശരിക്കും ആശാസ്യജനകമല്ല. അതുകൊണ്ട് തന്നെയാണ് സമൂഹത്തിൽ പലപ്പോഴും വിദ്യാഭ്യാസത്തിന് പകരം വിദ്യാഭാസം വളരുന്നത്. യഥാർത്ഥത്തിൽ ഇത് ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ ഒരു രക്ഷിതാവെന്ന് ശ്രമിക്കണം. കലയെയും നൃത്തത്തെയും സംഗീതത്തെയും സാഹിത്യത്തെയും പഠനത്തെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു വലിയ സങ്കല്പമായിരിക്കണം ഒരു രക്ഷിതാവിന് ആദ്യമേ ജനിക്കേണ്ടത്. അതൊരു ഉപാസനയാണ്, അതൊരു തപസ്യയാണ്. സർ, അതുപോലെ താങ്കളുടെ ആ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഏതൊക്കെ കലാരംഗങ്ങളിലായിരുന്നു, കലയെപ്പറ്റി പറയുമ്പോൾ ഏതൊക്കെ കലാരംഗങ്ങളിലായിരുന്നു താങ്കളുടെ അഭിരുചി? ഞാൻ പ്രധാനമായിട്ടും കർണാടക സംഗീതവും ലളിത സംഗീതവും പദ്യപാരായണവും കവിത എഴുത്തും ഒക്കെ എൻ്റെ ഒരു വലിയൊരു ലഹരിയായിരുന്നു എനിക്കത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും ഞാൻ കർണാടക സംഗീതം അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പോഴും കർണാടക സംഗീത കച്ചേരിക്ക് പോകാറുണ്ട്. അപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഞാൻ നിരവധി കച്ചേരികൾ നടത്തി, ഗാനമേളകൾ നടത്തി, ഇന്ത്യയിലും പുറത്തുമൊക്കെ നടത്തി. അതെൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി ഞാൻ കൊണ്ടു നടക്കുന്നു. ഈ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന കലാരംഗത്തുള്ള ഒരു വേദിയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെട്ട ഏതെങ്കിലും ഒരു പ്രത്യേക തരത്തിലൊരു മുഹൂർത്തം നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ? അങ്ങനെ വല്ല? ഞാൻ സാധാരണ സ്റ്റേജിനും മുതൽ അങ്ങ് രാഷ്ട്രപതി ഭവനിൽ വരെ
ഞാൻ സംഗീതം പാടിയിട്ടുണ്ട്. എനിക്ക് പല മേഖലകളിൽ നിന്ന് എനിക്ക് വളരെയധികം അംഗീകാരം നേടിയിട്ടുണ്ട്. പാട്ട് പാടിക്കഴിഞ്ഞാൽ ഡോക്ടർ ആ രംഗത്താണ് നിൽക്കേണ്ടത് എന്ന് പറഞ്ഞ നിരവധി എൻ്റെ ശ്രോതാക്കളുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യാസമായി ഞാൻ ഏറ്റവും കൂടുതൽ ഒരു ജീവിതത്തിൽ വളരെയധികം ധന്യമായ ഒരു മുഹൂർത്തം, ഞാൻ LK അഡ്വാനിയുടെ മുമ്പിൽ ശ്രീധരൻ പിള്ളയുടെ കവിത ആലപിച്ചുകൊണ്ടുള്ള ഒരു വലിയൊരു സദസ്സിനെ ഞാൻ അഭിമുഖീകരിച്ചിരുന്നു. അന്ന് അദ്വാനി എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞിരിക്കുന്ന ആ വാക്കുകൾ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അംഗീകാരമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. അത് ഞാനിപ്പോഴും വളരെ ഓർക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഞാനൊരു കച്ചേരി അവതരിപ്പിച്ച് വരുമ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛൻ ഓടി വന്ന് എൻ്റെ നെറുകയിൽ എന്നെ അനുഗ്രഹിച്ച ഓരോ നിമിഷവും എൻ്റെ ജീവിതത്തിലെ ധന്യമായ മുഹൂർത്തങ്ങളാണ്. ഞാനതിപ്പോഴും കൊണ്ട് നടക്കുന്നുണ്ട്. സാധാരണ ഒരു രംഗത്ത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്താൽ, കേന്ദ്രീകരിച്ചാൽ അതിൽ കൂടുതൽ വിജയം നേടാം എന്നൊരു വസ്തുത നിലവിലിരിക്കെ താങ്കൾ കലാരംഗവും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വൈദ്യശാസ്ത്ര രംഗങ്ങളിലും ഒരേപോലെ തിളങ്ങി നിൽക്കുമ്പോൾ എൻ്റെ ഒരു സംശയമാണ്, ഒരു രംഗത്ത് തന്നെ പരിപൂർണമായി സമർപ്പിച്ചാൽ അതിൽ കൂടുതൽ കഴിവുകൾ നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ കഴിയും എന്നതിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും അതിന് രണ്ട് വാദമുണ്ട്. യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു വിദ്യയെ, അത് കലയായാലും കൊള്ളാം, താൻ അനുഭവിച്ചു തീർക്കുന്ന മറ്റുള്ള വിദ്യയാണെങ്കിലും കൊള്ളാം, ഏതൊന്നിനാണോ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ഏതൊന്നിനാണോ കൂടുതൽ ശ്രദ്ധിക്കുന്നത്, ആ രംഗത്ത് പ്രഗത്ഭമായ വിജയം കൈവരിക്കുമെന്നുള്ള കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷേ എന്നിരുന്നാലും ഒരേ വിഷയം അധികകാലം ചെയ്യുമ്പോഴും പലപ്പോഴും മനുഷ്യൻ്റെ മനസ്സിന് അത് രുചിക്കാത്തൊരു അവസരമുണ്ട്. അതുകൊണ്ട് ഒന്നിൻ്റെ കൂടെ മറ്റൊന്ന് കൊണ്ടുപോകുന്നത് വളരെ നന്നായിരിക്കും. അവരുടെ മാനസിക സംഘർഷങ്ങൾ കുറയ്ക്കാനും കുറച്ചൊരു ചിന്തകൾ തലച്ചോറിനെ ഉദ്ദീപ്തമാക്കുന്ന വിധം മറ്റൊന്നിലേക്ക് മാറ്റുന്നതും പലപ്പോഴും ശാസ്ത്രീയപരമായ രീതിയിൽ തന്നെ അത് ശരിയായൊരു വസ്തുതയാണ്. ഈ കലയിലുള്ള നമ്മുടെ അഭിരുചിയും അതോടൊപ്പം തന്നെ ആത്മീയ കാര്യങ്ങളിലുള്ള അറിവും ഇതൊക്കെ സാറിന് ഏത് രീതിയിലാണ് ഈ വൈദ്യശാസ്ത്രത്തെ ഉപകരിക്കുന്നത്? അത് വളരെ രസകരമാണ്. എൻ്റെ അച്ഛൻ ഒരു ഇടതുപക്ഷ സൈദ്ധാന്തികനാണ്. അച്ഛൻ ജീവിച്ച സാഹചര്യം മുഴുവൻ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അച്ഛൻ ഈശ്വരവിശ്വാസിയാണ്. പക്ഷേ ഈശ്വരവിശ്വാസത്തെ തൻ്റെ വ്യക്തിപരമായ നേട്ടങ്ങൾക്കൊന്നും അദ്ദേഹം ഉപകരിച്ചിരുന്നില്ല. തൻ്റെ ആത്മനിർവൃതിക്കായിരുന്നു അദ്ദേഹം തൻ്റെ വിശ്വാസത്തെ ഉപാസിച്ചിരുന്നത്. ഞാനും അതേ രീതിക്കാരൻ തന്നെയാണ്. എനിക്കെൻ്റെ ഈശ്വര സങ്കല്പം ഒരു നാടിൻ്റെയും ഒരു പ്രപഞ്ചത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടിയുള്ള വിശ്വാസമാണ് എനിക്ക്. ആ വിശ്വാസത്തെ ബലപ്പെടുത്തുവാൻ ഞാൻ എന്നും ഈശ്വരനെ ഭജിക്കാറുണ്ട്. ആ ഭജന ഈ ലോകത്തിലെ സമലമാന ജനതയുടെയും മോചനത്തിനും അവരുടെ നന്മയ്ക്കും വേണ്ടി മാത്രം ഉപകരിക്കാനാണ്. എൻ്റെ പോക്കറ്റ് വീർക്കുവാൻ ഞാൻ ഈശ്വരനെ കണ്ടെത്തുന്നില്ല. ഈശ്വരൻ ഈ ലോകത്തെല്ലാവർക്കും എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആ നന്മയാണ് എൻ്റെ ഈശ്വരൻ. ആ ഈശ്വര ഉപാസന എൻ്റെ ജീവിതത്തിലെ അഭിവൃദ്ധിക്ക് എന്നും കടപ്പെട്ടിട്ടുണ്ട്. എന്തിനേക്കാളും വലുത് എന്നിൽ വലിയൊരു ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്നത് എന്നെ ലാളിത്യത്തിൻ്റെ പടവുകൾ തേടാൻ എന്നെ പ്രേരിപ്പിക്കുന്നു. ഞാനാണ് ഈ ലോകത്തിൽ എന്ന് വലിയവനെന്ന് വിശ്വസിച്ച് നടക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, ഒക്കെയുണ്ട്. അതിൽ നിന്ന് വേറിടണമെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ചിന്ത നമുക്ക് അനിവാര്യമാണ്. ആർക്കും ആരോടും വിശ്വാസവും ആർക്കും ആരോടും പ്രതിബദ്ധതയില്ലാത്തൊരു സമൂഹം ഒരു സമൂഹത്തിൻ്റെ പതനത്തിനെ അത് വഴിവെക്കുള്ളൂ. അതുകൊണ്ട് അത്തരം വിശ്വാസങ്ങൾ, അത്തരം എൻ്റെ ഈശ്വരവിശ്വാസം, എൻ്റെ കർമ്മമാണ് ഈശ്വരൻ എന്നെന്നെ പഠിപ്പിക്കുന്നതാണ്. ആ വിശ്വാസത്തെ ബലപ്പെടുത്തുന്ന ആത്മീയ ചിന്തകളാണ് എനിക്കുള്ളത്. അത് ഞാൻ സ്വാമി വിവേകാനന്ദനിൽ നിന്ന് ദർശിച്ചതാണ്. എൻ്റെ വേദങ്ങൾ എന്നെ അതാണ് പഠിപ്പിക്കുന്നത്. എൻ്റെ ഉപനിഷത്ത് എന്നെ അതാണ് പഠിപ്പിക്കുന്നത്. എൻ്റെ ഗീത ഞാൻ അതിനാണ് ഉപകരിക്കുന്നത്. ഞാൻ ഗാന്ധിജിയിലൂടെ കണ്ടത് അതാണ്. സമൂഹത്തിലെ നന്മ ആഗ്രഹിച്ചവരെല്ലാം അത്തരം വിശ്വാസങ്ങൾ മുറുകെ പിടിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സാറിന് അതേപോലെ ഈ വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ സാറിൻ്റെ ഈ ആത്മീയ അറിവുകൾ ഏതൊക്കെ രീതിയിലാണത് ഉപകാരപ്രദമാകുന്നത്? അത് നിത്യേന എന്നോണം പറയാറുണ്ട്. എന്നെ ഈ ആശുപത്രിയിൽ തേടി വരുന്ന നിരവധി രോഗികളുണ്ട്. അവർക്കിന്ന് വേണ്ടത് ഒരിറ്റു സമാധാനമാണ്. വലിയ വിപ്ലവകാരികളുടെ വീട്ടിലുള്ള അമ്മമാർ അവരുടെ മക്കളൊക്കെ എന്നെ സമീപിക്കാറുണ്ട്. വലിയ വിശ്വാസികളുടെ വീട്ടിൽ നിന്നും അവരുടെ മക്കൾ വരാറുണ്ട്. വിശ്വാസമില്ലാത്തവരുടെയും വീട്ടിൽ നിന്ന് കുടുംബാംഗങ്ങൾ എൻ്റെ അടുത്ത് വരാറുണ്ട്. അവരെൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറയാറ്, ഡോക്ടർ കുറച്ച് നേരം ഞാൻ തൊട്ടിരിക്കട്ടെ, എനിക്ക് കുറച്ച് സമാധാനം കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് മിക്കവാറും പേര് വരാറുള്ളത്. ആ ആത്മീയതയാണ്, അവർക്കെനിക്ക് പകർന്നു കൊടുക്കാവുന്ന സ്നേഹമാണ്
എനിക്കെൻ്റെ ആത്മീയത. ആ ആത്മീയത എനിക്ക് എൻ്റെ വൈദ്യശാസ്ത്രത്തെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ എനിക്ക് എന്നും കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ശക്തി എൻ്റെ ആത്മീയതയാണ്. സാർ ഇവിടെ വടകര ജില്ലാ ആശുപത്രി സൂപ്രണ്ടായി വരുമ്പോൾ അതിന് മുമ്പായി തന്നെ ഞാനിങ്ങനെ സൂപ്രണ്ടായി പോവുകയാണ്. മുമ്പായി വല്ലതും പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം വടകരയ്ക്ക്? ഞാൻ ഈ ആശുപത്രിയിൽ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ അത്ഭുതത്തോടുകൂടി ഞാൻ ഈ ആശുപത്രിയുടെ പരിതാപകരമായ അവസ്ഥ കണ്ട് നോക്കിപ്പോയതാണ്. ഇത്രമാത്രത്തോളം പ്രക്ഷുബ്ധമായ ഒരു സ്ഥലത്ത് എത്ര മോശമായ രീതിയിലാണ് ആശുപത്രി ചുറ്റുപാടുകൾ കിടന്നിരുന്നത് എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ, 10-100 രോഗികൾക്ക് പൊട്ടിപ്പൊളിഞ്ഞ കക്കൂസുകൾ, എങ്ങനെ ഇവിടെ സാധാരണക്കാരായ ജനം അഡ്മിറ്റ് ചെയ്തു എന്ന് ഞാൻ നോക്കാറുണ്ട്. അത് എന്നെ പ്രേരിപ്പിക്കുന്നത് എന്ത് എനിക്ക് ഈ നാടിന് വേണ്ടി ചെയ്യാനാവും എന്നുള്ള ഗവേഷണം മാത്രമാണ് ഞാൻ ഈ ആശുപത്രിയിൽ നടത്തിയിട്ടുള്ളത്. അതെൻ്റെ മാത്രം വിജയമൊന്നുമല്ല, എൻ്റെ സ്റ്റാഫിൻ്റെ വിജയമാണ്, ഇവിടുത്തെ ആശുപത്രി വികസന സമിതിയുടെ വിജയമാണ്, ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ വിജയമാണ്, ജില്ലാ പഞ്ചായത്തിൻ്റെ വിജയമാണ്, ഇവിടെയുള്ള പ്രബുദ്ധരായ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഓരോ മനുഷ്യരുടെയും നന്മയും പ്രാർത്ഥനയുമാണ് എൻ്റെ ബലമെന്ന് പറയുന്നത്. അതിന് ഞാനൊരു നിമിത്തമായ എന്നേ ഉള്ളൂ. എല്ലാവരുടെയും കൂടിച്ചേർന്നുള്ള ആ കഠിനാധ്വാനമാണ് നമ്മുടെ ആശുപത്രിയുടെ ഓരോ മുക്കിലും മൂലയുള്ള വിജയമായിട്ട് എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. സാറിന് ഇപ്പോൾ ആ ഒരു അന്ന് സൂപ്രണ്ടായി ചാർജ് എടുക്കുന്ന അവസ്ഥയിൽ നിന്നും ഈ ഒരു സാഹചര്യം, ഈ ഒരു അവസ്ഥ, ആ ഒരു വ്യത്യാസത്തെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതൊരു ജനതയുടെ വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇവിടെയുള്ള ജനതയൊക്കെ ഇന്ന് എൻ്റെ ആശുപത്രിയിൽ മിക്കവാറും സ്ഥലങ്ങളിൽ രോഗി ഇരിക്കുന്ന സ്ഥലവും ഡോക്ടർമാർ നോക്കുന്ന സ്ഥലവും എയർ കണ്ടീഷൻ ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ആശുപത്രിയിലെ ഡെൻ്റൽ യൂണിറ്റ് ഇന്ന് കേരളത്തിലെ ഏറ്റവും മികച്ച ഡെൻ്റൽ യൂണിറ്റാണ്. നമ്മുടെ ആശുപത്രിയിലെ ഗൈനക്കോളജി OPയിൽ ഗർഭിണികൾ വന്നിരിക്കുന്നതും രോഗികളെ കാണുന്നതൊക്കെ എയർ കണ്ടീഷൻ മുറിയിൽ നിന്നാണ്. നമ്മുടെ ആശുപത്രിയിൽ അടുത്ത് തന്നെ ബ്ലഡ് ബാങ്ക് തുടങ്ങുന്നത് ഏറ്റവും മികച്ച ഇൻറ്റൻസീവ് കെയർ യൂണിറ്റാണ്. ഏറ്റവും മികച്ച പോസ്റ്റ് കെയർ യൂണിറ്റാണ് നമുക്കുള്ളത്. അത് കേരളത്തിലെ ഏതൊരു ആശുപത്രികളിലോടും എന്തിനു വേണ്ട സ്വകാര്യ ആശുപത്രികളിലെ പോലും കിടപിടിക്കാവുന്ന രീതിയിലാണ് അതിൻ്റെ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്. എൻ്റെ സ്റ്റാഫും അങ്ങനെയാണ്. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ മുഴുവൻ ഞാൻ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അവർക്ക് സുഖമായി ഇരിക്കുവാനുള്ള അന്തരീക്ഷമുണ്ട്. നല്ല ചുറ്റുപാടിൽ മാത്രമേ നല്ല ചിന്തകൾ ഉണ്ടാവുള്ളൂ. നല്ല അന്തരീക്ഷത്തിൽ മാത്രമേ നല്ല രീതിയിൽ പ്രവർത്തിക്കാറുള്ളൂ. അത്തരൊരു സമാധാനപൂർണ്ണമായിട്ടുള്ള ഒരു അന്തരീക്ഷം, ഒരു സ്റ്റാഫിൻ്റെ മനസ്സ്, അവരുടെ ഒരു കൂട്ടായ്മയാണ് ഒരു ആശുപത്രിയുടെ വിജയം. അതൊരു വ്യക്തിയുടെ വിജയമേ അല്ല. എല്ലാവരുടെയും, എൻ്റെ സ്റ്റാഫ് ഓരോരുത്തരും എനിക്ക് അഭിമാനികളായിട്ടുള്ള മുഹൂർത്തങ്ങളെ സമ്മാനിച്ചിട്ടുള്ളൂ. ഏറെക്കുറെ എല്ലാ സ്റ്റാഫും പാടുപെട്ടിട്ടാണ് ഈ ആശുപത്രി നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കുന്നത്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ സാർ. സാറിപ്പം ഒരു പ്രഭാഷണം ഏറ്റെടുത്തു ഒരു അമ്പലത്തിൽ, ഒരു പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തവുമായി ബന്ധപ്പെട്ട് താങ്കളുടെ ഒരു മതപ്രഭാഷണം, അത് തീയതിയും സമയമൊക്കെ നിശ്ചയിച്ചു. ഈ സമയത്താണ് നിങ്ങൾ യാത്ര പുറപ്പെടാൻ തുടങ്ങുകയാണ്. ഈ സമയത്ത് ഒരാൾ ഓടി വന്ന് പറഞ്ഞു, ഡോക്ടർ ഇങ്ങനെ ഒരു രോഗി അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ നിന്ന് കിടക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്താണ് നിങ്ങളെ ആ ഒരു ഏതിനെയാണ്? എൻ്റെ പ്രഥമ പരിഗണന എൻ്റെ മതപ്രഭാഷണം പഠിപ്പിക്കുന്നത് രോഗിയെ നോക്കാനാണ്. എൻ്റെ പ്രഥമ പരിഗണന ചികിത്സിക്കപ്പെടാൻ പോകുന്ന രോഗിയാണ്. അവർക്ക് വേണ്ട ചികിത്സയാണ് എൻ്റെ ആത്മീയത. അവർക്ക് വേണ്ടിയുള്ള പ്രഭാഷണമാണ് എൻ്റെ ചികിത്സ. അതുകൊണ്ട് എനിക്ക് ആദ്യം വേണ്ടത് ഞാനൊരു വൈദ്യനാണ്. ഞാൻ ആധുനിക വൈദ്യശാസ്ത്രം പരിശീലിക്കുന്ന ഒരു സാധാരണക്കാരനായ ഒരു ഡോക്ടറാണ്. അപ്പോൾ എൻ്റെ പ്രഥമ പരിഗണന ചികിത്സയാണ്. അത് കഴിഞ്ഞ് എനിക്ക് മറ്റെന്തിനോട് ഞാൻ പോകാറുള്ളൂ. ഞാനിപ്പോഴും അങ്ങനെ തന്നെയാണ്. സാർ, അതുപോലെ നമ്മളിപ്പം ഈ വൈദ്യശാസ്ത്രത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നതല്ല, കലാരംഗത്തേക്ക് തന്നെ നമുക്ക് വരാം. പല മേഖലകളിൽ നിങ്ങൾ സംഗീതജ്ഞനാണ്, പ്രഭാഷകനാണ്. ഏതായാലും ഇതൊക്കെ ഞാനിങ്ങനെ പറയുമ്പോൾ ഞങ്ങളുടെ ഓഡിയൻസിന് അല്ലെങ്കിൽ കാഴ്ചക്കാർക്ക് താങ്കളിൽ നിന്നും ഏതെങ്കിലും തരത്തിലെ കവിതയോ സംഗീതമോ ഒരു 2 വരി ചാനലിന് വേണ്ടി 2 വരി, അത് ഞങ്ങൾക്ക് കൂടി കേൾക്കാൻ പറ്റുമല്ലോ എന്നുള്ളൊരു. അതിൽ ഞാൻ നിരവധി കവിതകൾ എഴുതുന്നയാളാണ്. അപ്പോൾ ഈ കവിതകൾ, എൻ്റെ അച്ഛൻ്റെ കവിതകളിൽ ഏറ്റവും പ്രധാനമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചില വരികളുണ്ട്. ഒരു 4-5 വരികളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത്, ആവശ്യമുള്ളത് പറയുകയും ആവശ്യമുള്ളത് ചിന്തിക്കുകയും ചെയ്യണം. വെളിച്ചം നയിക്കുന്ന ഒരു ജീവിതോത്സവമായിരിക്കണം
നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു പ്രശസ്തമായ അദ്ദേഹത്തിൻ്റെ ഒരു വരിയുണ്ട്. ആ വരി ഇങ്ങനെയാണ്: പറയാൻ പാടില്ലാത്തതോരോന്നും താളം തെറ്റി പുലമ്പാൻ വെമ്പിടുന്ന നാവേ നീ വിടവാങ്ങൂ. കപട സ്നേഹത്തിൻ്റെ വീണ വായിക്കാൻ നിൽക്കും കരളിൻ കാർക്കശ്യമേ നീയും പോയി വഴിമാറൂ. അരുതേ ചിന്തിക്കുവാനെന്നാലും തലച്ചോറിൽ കയറിക്കൂടിയിടുന്നു നൂറശ്രീകരം ആ ചണ്ടി പിണ്ടാരങ്ങൾ അടിച്ചു വാരാനെത്തും ചൂലുകൾ പോലും പൂജാബിംബങ്ങളാണെൻ കണ്ണിൽ. അതങ്ങനെ പറഞ്ഞ് അവസാനം പറയുന്നത്, വെളിച്ചം നയിക്കുന്ന ജീവിതോത്സവത്തിൻ്റെ വെളിപാടാകട്ടെ സാമൂഹ്യ മുദ്രാവാക്യം. വെളിച്ചം നയിക്കുന്ന ജീവിതോത്സവത്തിൻ്റെ ഒരു മുദ്രാവാക്യമായി മാറണമെന്ന് പറയുന്നതും അദ്ദേഹം ഭക്തിയെക്കുറിച്ച് പറയുന്നത്, കുളിച്ചാൽ ചളികേറും പൊയ്കയിൽ സ്നാനം ചെയ്തേ ഭജിച്ചിടാവൂ എങ്കിൽ മൗനമാണെനിക്കിഷ്ടം. ഈശ്വര സാക്ഷാത്കാരം പാറമേൽ കൊത്തിക്കണ്ടേ വിശ്വസിക്കാവൂ എങ്കിൽ ആദ്യമാണെനിക്കിഷ്ടം. അതിൻ്റെ ഒരു പിന്തുടർച്ചയായി നിൽക്കുന്നത് അവിടെ ഒരു പിന്തുടർച്ച എന്നുള്ള പോലെ തന്നെയാണ്. യഥാർത്ഥത്തിൽ കുളിച്ചാൽ ചളി കയറും പൊയ്കയിൽ സ്നാനം ചെയ്തേ ഭജിച്ചിടാവൂ എന്ന് പറയുമ്പോൾ, എൻ്റെ ആശുപത്രി ഇങ്ങനെ വിറ്റുകേടായി കിടക്കുമ്പോൾ, വളരെ വൃത്തികേടായി കിടക്കുമ്പോൾ ഇവിടെ ഒന്ന് ശമ്പളം കൈപ്പറ്റുന്നത് എനിക്ക് അനാശാസ്യമായ ഒരു ജോലിയാണ്. അതുകൊണ്ട് നല്ല അന്തരീക്ഷത്തിൽ മാത്രമേ ഞാൻ ഇവിടുന്ന് ശമ്പളം കൈപ്പറ്റൂ എന്നുള്ള എൻ്റെ ഈശ്വര വിശ്വാസമാണ് ഇത് പരിവർത്തനം ചെയ്യപ്പെടേണ്ട ആവശ്യകതയിലേക്കുള്ള ഒരു ദിശാബോധം എന്നെ വളർത്തിയത്. എൻ്റെ ഭക്തി അങ്ങനെയുള്ള ഭക്തിയാണ് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ ഇത് ഏതായാലും കർക്കിടക മാസമാണ്. ഈ കർക്കിടക മാസത്തിൽ രാമായണ പാരായണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ രാമായണത്തിലെ സാറിന് ഏറ്റവും ഹൃദയത്തിൽ തട്ടിയ ഒരു 2 ശ്ലോകം. നമശിവായ. ഞാൻ രാമായണ മാസത്തിൽ താങ്കളുടെ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ സ്വപ്നത്തിൽ വിചാരിക്കാത്ത ആരോപണങ്ങൾ കേൾക്കുന്ന ഒരു അന്തരീക്ഷം ഈ വടകരയിൽ വന്നപ്പോഴെനിക്കുണ്ടായിട്ടുണ്ട്. ഞാനത് വെച്ച് തളർന്നു പോയിട്ടില്ല. എന്നിരുന്നാലും ഞാൻ പണ്ട് ലക്ഷ്മണൻ അമ്പും വില്ലും വെച്ച് താഴെ ഇരുന്നൊരു കഥ ഉണ്ട്. അതെൻ്റെ ജീവിതത്തിലെ ആ രാമായണ കഥ. ഞാൻ ഇന്ന് രാവിലെയും രാമായണം വായിച്ചിട്ടാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. അതെന്നെ പഠിപ്പിച്ചു. ഞാൻ രാമായണം വായിക്കുമ്പോൾ, രാമൻ്റെ കഥയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ പഠിക്കാൻ ശ്രമിക്കുന്നത് ഒരു കാലഘട്ടത്തെയും മനുഷ്യൻ എങ്ങനെ പരിഷ്കരിക്കപ്പെടണം എന്ന് വിശ്വസിക്കാനുമാണ്. അതിൽ പണ്ട് മാരീചൻ രാക്ഷസ വേഷം മാനായി വന്ന് ശ്രീരാമനെ ആശ്രമത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി വളരെ ദൂരെ എത്തിയതിന് ശേഷം രാക്ഷസനാണെന്ന് മനസ്സിലാകുമ്പോൾ ശ്രീരാമൻ അമ്പ് ചെയ്ത് വീഴ്ത്തും. അപ്പം കള്ളശബ്ദത്തിൽ പറയും, എന്നെ കൊല്ലുന്നു, ഞാനിതാ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു, ലക്ഷ്മണ ഓടി വരണേ എന്ന് പറയുമ്പോൾ അത് ലക്ഷ്മണന് മനസ്സിലാവും അത് രാക്ഷസീയ ശബ്ദമാണെന്ന്. അത് സീതയോട് പറയും. അത് സീതയോട് പറഞ്ഞപ്പോൾ സീത തെറ്റിദ്ധരിക്കും ലക്ഷ്മണനെ. നിങ്ങൾ എന്നെ ഭർത്താവായി കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട് തളർന്ന ലക്ഷ്മണൻ അമ്പും വില്ലും വെച്ചു ഇങ്ങനെ താഴെ ഇരുന്ന് പ്രാർത്ഥിച്ചു എന്നാ. താൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യം മറ്റാൾ പറയുമ്പോൾ ഉണ്ടാകുന്നൊരു വേദനയുണ്ടല്ലോ, ആ വേദന എഴുതാൻ കഴിയില്ല. അതെ, ഐ ഫീൽ 100. അങ്ങനെ അതുപോലെ തന്നെ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു കാര്യം മറ്റൊരാളോട് പറയരുത്. അവർ വേദനിക്കുന്ന ഒന്നും അവരോട് പറയാം. അവിടെ ലക്ഷ്മണൻ പറയുന്നൊരു ശ്ലോകമില്ല, അങ്ങോട്ട് പറയാം. അതിൻ്റെ 2 വരികൾ ഞാനിപ്പോൾ ഓർക്കുന്നില്ല. എന്തായാലും ആ ഭാഷ ഇങ്ങനെയാണ്. താൻ ഒരിക്കലും മറ്റുള്ളവരോട് ആവുന്നതോ കാര്യം മാത്രമേ പറയാവുള്ളൂ, പറയാൻ പറ്റുന്നതേ ഒരാളോട് പറയാവുള്ളൂ, വേദനിപ്പിക്കുന്നതൊന്നും പറയരുത് എന്ന് പറയുന്ന ആ വലിയ വാക്യമാണ് എനിക്ക് വല്ലാണ്ട് ഞാൻ ഇന്നും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ആ രാമായണ ഭാഷ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു. നമ്മൾ സീതയെ പറ്റി പറഞ്ഞപ്പോൾ സാറിൻ്റെ ഭാര്യ ആ ഒരു കാര്യങ്ങളൊന്നും എൻ്റെ ഭാര്യ ഒരു ശിശുരോഗ വിദഗ്ധയാണ്.
അവൾ പിന്നെ കോട്ടപ്പറമ്പ് ആശുപത്രിയിലായിരുന്നു, ഇപ്പോൾ സ്ഥലം മാറ്റം കിട്ടിയിട്ടുണ്ട്. അവൾ കുട്ടികളുടെ ഡോക്ടറാണ്. അവൾ ഇതുപോലെ തന്നെ ദേശീയ ബോൾ ബാഡ്മിൻ്റൺ ചാമ്പ്യനൊക്കെയാണ്. അപ്പോൾ അവൾ അറിയപ്പെടുന്ന ഒരു കായിക രംഗത്ത് നല്ലോണം പാടും, സംഗീതജ്ഞയാണ്. എൻ്റെ മകനും അതുപോലെ തന്നെ നല്ലവണ്ണം പാടും. ഋഷിക്ക് അവൻ 12ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, ഇപ്പം PC തോമസ് സാറിൻ്റെ അടുത്ത് പഠിക്കുകയാണ്. അപ്പോൾ അവനിപ്പോൾ അവിടെയാണ് പഠിക്കുന്നത്. എനിക്ക് ഒരൊറ്റ മകനേ ഉള്ളൂ. ഞാൻ മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് കുറ്റിക്കാട്ടിൽ ഒരു ചൂട് വെപ്പാനുണ്ട്. ഏതായാലും സാർ, അതുപോലെ നമ്മളിപ്പം കലാരംഗങ്ങളിലൊക്കെ പറഞ്ഞു, സാറിൻ്റെ ഔദ്യോഗിക ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു. സാർ ഇവിടെ ഈ ആശുപത്രി സൂപ്രണ്ടായ സമയത്ത് ജനങ്ങളുടെ ഏറ്റവും അഭിമാനം തോന്നിയ ഒരു സമയമായിരുന്നു ഈ ഡയാലിസിസ് ചെയ്യാൻ കഴിയാത്ത നിർധനരായ രോഗികൾക്ക് വേണ്ടി ഒരു ആശ്വാസം എന്ന രീതിയിൽ. ഞാൻ മനസ്സിലാക്കുന്നത് താങ്കളുടെ മനസ്സിൽ തന്നെ ഉത്ഭവിച്ചതായിരിക്കാം ഈ ധന്വന്തരി നിധി എന്ന ഈ ആശയം. അത് എവിടെ നിന്നാണ് ഈ ആശയം ഉത്ഭവിക്കുന്നത്? പേരാമ്പ്രയിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത വിശ്വസ്തനായ ഏറ്റവും അടുത്ത സുഹൃത്തും അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റും ഒക്കെ ആയിട്ടിരിക്കുന്ന കുഞ്ഞമ്പത് മാസ്റ്ററും തറവി ഹാജിയും ഞങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു വലിയ ഒരു നിര അവിടെ നിരന്തരം ചർച്ചകൾ നടക്കാറുണ്ട്. അവിടെ അവർ ഒരു വൻ പരിപാടി, ഞാൻ ആ പരിപാടിയിൽ നിരന്തരം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ആ പരിപാടിയായിരുന്നു അവിടെ ഇതുപോലെ തന്നെ ധനസമാഹരണ മാർഗമെന്ന് പറയുന്നത്. ആ ധനസമാഹരണ മാർഗം ഒരു നിശ്ചിത തുകയായിട്ട് ബാങ്കിലിട്ട് അവിടെയുള്ള ജനങ്ങളുടെ കിഡ്നി പോയ പേഷ്യൻസിന് സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിധി അവിടെ നടപ്പാക്കിയിട്ടുണ്ടായിരുന്നു. അതേ രീതിയിൽ വടകരയിലും കൊണ്ടുവരണം. അവിടെ ഭീമമായ ഇവിടുത്തെ റീനൽ ഫെയിലറിൻ്റെ അവസ്ഥ കണ്ടുകൊണ്ടുള്ള ഒരു താല്പര്യം ആശുപത്രി വികസന സമിതിയിൽ അവതരിപ്പിച്ചപ്പോൾ അവരെല്ലാവരും വളരെ സൗമനസ്യത്തോടുകൂടെ അത് അംഗീകരിച്ചതിൻ്റെ ഫലമാണ് ധന്വന്തരി ഡയാലിസിസ് നിധി എന്ന് പറയുന്നൊരു പ്രവർത്തനം നടത്താനുള്ള കാരണം. ധന്വന്തരി ഒരു ആയുർവേദ ആചാര്യനും ആയുർവേദത്തിൻ്റെ ഗുരുതുല്യനമായ ഞാൻ തന്നെയാണ് സജസ്റ്റ് ചെയ്തത്. എല്ലാവരും കൂടെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ആയുർവേദമാണല്ലോ യഥാർത്ഥത്തിൽ ഈ നാടിൻ്റെ വൈദ്യം. എല്ലാ മരുന്ന് ശാസ്ത്രത്തിൻ്റെയും അടിസ്ഥാനം ആയുർവേദമാണ്. അതിൽ കൂടുതലൊരു സങ്കല്പമില്ല. മനുഷ്യനെയും മനസ്സിനെയും ശരീരത്തെയും ഒക്കെ ഒരുമിച്ച് ചികിത്സിക്കുക എന്ന് പറയുന്ന ഒരു വേദവാക്യം ലോകത്തിൽ മറ്റെവിടെയും കാണാൻ സാധിക്കില്ല. മനുഷ്യനെ കൈനെ മാത്രം ചികിത്സിക്കുക അങ്ങനെയല്ല, ശരീരത്തെ ചികിത്സിക്കുക, മനസ്സിനെ ചികിത്സിക്കുക എന്നുള്ള ആദ്യമായി പറഞ്ഞത് ആയുർവേദ ഭിഷഗ്വരു തന്നെയാണ്. അതിലപ്പുറം നമ്മളെ ഒരു വലിയ സങ്കല്പമാണത്. അപ്പോൾ അതിൻ്റെ ഒരു ആചാര്യദേവത അല്ലെങ്കിൽ ആചാര്യപരം ആദ്യത്തെ ശാസ്ത്രജ്ഞൻ ഒക്കെ ധന്വന്തരിയാണ്. ആദ്യത്തെ നല്ലൊരു ധന്വന്തരി ഭിഷഗ്വരൻ തന്നെയായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആദ്യ വൈദ്യസങ്കല്പം എന്നുള്ള നിലക്കാണ് അദ്ദേഹത്തിൻ്റെ പേര് സജസ്റ്റ് ചെയ്യാൻ കാരണം. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ നോക്കുമ്പോൾ ഏകദേശം ഇന്നത്തെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ വടകരയിലും സമീപ പ്രദേശത്തുമായി 323 പേരാണ് 2 വൃക്കയും നശിച്ച ആൾക്കാർ ഈ നാട്ടിലുള്ളത്. വളരെ വലിയ പേടിപ്പെടുത്തുന്ന ഒരു നമ്പറാണത്. ഈ 323 പേരിൽ പലരും തൊട്ടടുത്ത ഡയാലിസിസ് സെൻറ്ററിലൊക്കെ സൗജന്യമായിട്ട് ചെയ്യുന്നവരുണ്ട്, കോഴിക്കോട് ചെയ്യുന്നവരുണ്ട്. അപ്പം വടകരയിലെ ഭീമമായൊരു അവസ്ഥ വലിയ പ്രാധാന്യമുള്ളത് തന്നെയാണ്. അത് പിന്നെ 2 ഡയാലിസിസ് മെഷീൻ ഇവിടെ NRHM സ്ഥാപിച്ചപ്പോൾ എന്നോട് അവർ ചോദിച്ചു എത്ര ദിവസം കൊണ്ടത് ചെയ്തു തരാമെന്ന്. ഞാൻ പറഞ്ഞു ഒരു 2-3 മാസം കൊണ്ടത് ചെയ്തു തരാൻ. അപ്പോൾ അവരെല്ലാവരും എന്നെ കളിയാക്കിയതാണ്. ഞാൻ 2.5 മാസം കൊണ്ട് ഇതിൻ്റെ പണി പൂർത്തിയാക്കിയിട്ടുണ്ട് ഈ ആശുപത്രിയിൽ. അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ. ഈ ആശയം നിങ്ങളെ മനസ്സിൽ ഉത്ഭവിച്ചത് നിങ്ങളെങ്ങനെയാണത്? ആശുപത്രി വികസന സമിതിയിൽ ഇത് പറഞ്ഞു. ഇങ്ങനെ ഈ ഡയാലിസിസിൽ ഇങ്ങനെ ഒരു നിധി രൂപീകരിച്ചാൽ അവർക്ക് സൗകര്യമാവും. അത് അവരുടെ ഒരു 10 പൈസ 250 രൂപയായിരുന്നു അവരിൽ ഒരാളെ ഈടാക്കാൻ വേണ്ടി അന്ന് തീരുമാനിച്ചത്. അപ്പോൾ അത് തീർത്തും ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് അത് തീർത്തും സൗജന്യമായിട്ട് കൊടുക്കണമെന്നുള്ള ലക്ഷ്യം ഇങ്ങനെ പൂർത്തീകരിക്കാൻ കഴിയൂ എന്നുള്ള നിലക്കാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർ സ്വീകരിച്ച് വലിയ രീതിയിൽ നടത്തിക്കൊണ്ടുവരുന്ന ഒരു സമ്പ്രദായമായിരുന്നു. ഒരു വൻ വിജയവുമായിരുന്നു അത്. വടകരയിലെ ജനങ്ങൾ വല്ലാണ്ട് അതിൽ വിശ്വാസം അർപ്പിച്ചു. ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. എനിക്കറിയാം വലിയ രീതിയിൽ ഈ സംവിധാനത്തെ വിശ്വസിച്ചിട്ട് ഏൽപ്പിക്കുന്ന പണം, അതുപോലെ ഈ പണം ഈ 8 പഞ്ചായത്തിൽ നിന്നും മുനിസിപ്പാലിറ്റിയിൽ നിന്നാണ് ഈ പണം സ്വീകരിച്ചത്. ഈ പണം വാർഡ് കൺവീനർമാർ പഞ്ചായത്ത് പ്രസിഡന്റിനെയാണ് ഇത് ഏൽപ്പിക്കുന്നത്. അതിൻ്റെ ഘടന എങ്ങനെയാണ്? ഈ ബാങ്ക് എന്ന് പറയുന്നത് ഈ ആശുപത്രി വികസന സമിതി ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇത് പിന്നെ ബാങ്ക് ഓരോരോ കൗണ്ടർ 8 പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും തുറന്നതാണ്. നേരെ ബാങ്കിലാണ് ഇത് കൊണ്ടുപോയി അടയ്ക്കുന്നത്.
ആ ബാങ്കിൽ നിന്ന് ഇതൊരു സ്ഥിര നിക്ഷേപമാക്കിയതാണ്. 2.5 കോടി രൂപ സ്ഥിര നിക്ഷേപമാണ്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് ഇവിടെ ഇത്രയും പേർക്ക് അവരുടെ തൊഴിൽ. തുടക്കം തന്നെ ഇതിൻ്റെ ഒരു ആശയം ജനങ്ങളിൽ വ്യാപിക്കുമ്പോൾ തന്നെ പല ജനങ്ങളും പറയും ഈശ്വരൻ തുല്യനായ ഒരു ഭിഷഗ്വരൻ സത്യം അങ്ങനെ പറഞ്ഞതായിട്ട് ഞാനും കേട്ടിട്ടുണ്ട്. അപ്പം ഇതേ ഒരു മനസ്സിൽ നിന്ന് തന്നെ ചില ജനങ്ങളിൽ നിന്ന് തന്നെ ഇതിനൊരു അവസാന ഘട്ടങ്ങളിൽ ഇതിവരിങ്ങനെ എന്താക്കി എന്നുള്ളൊരു ചോദ്യം സാറിൻ്റെ ആ ഒരു അത് എന്താണെന്ന് ജനങ്ങൾക്കും അറിയാനുള്ളൊരു അതിൽ ജനങ്ങൾ ഒരിക്കലും ഒന്നും തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല.